ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് പകൽക്കാലം ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കാര്യങ്ങളുടെ വ്യക്തത നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്തോത്രം. കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് ഈ പ്രസ്താവിക്കപ്പെടുന്നത്? നമ്മളിവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്താ പ്രസ്താവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഏതൊരു വിഷയത്തിനും മരണം, സ്നാനം, രക്ഷ, പ്രസംഗം, ഇതിനൊക്കെ വ്യക്തമായ ഉപദേശങ്ങൾ കിടപ്പുണ്ട് പുസ്തകത്തിലെ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. വ്യക്തമായ ഉപദേശം കിടപ്പുണ്ട്, വ്യക്തമായ ഉപദേശം കിടപ്പുണ്ട്, കൃത്യമായ ഉപദേശം കിടപ്പുണ്ട്. റോമാലേഖനത്തിൽ എൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ച്. 6:17. കുഴപ്പം വന്നേക്കുന്നത് ഇതുകൊണ്ടല്ല, വേറെ കുഴപ്പമൊന്നുമല്ല. റോമാലേഖനം 6:17. ആമേൻ. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ സ്തോത്രം 17-ാം വാക്യമല്ലേ? എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം. അപ്പോൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്ന റോമാസഭയിലെ വിശ്വാസികളെ ഉപദേശം പഠിപ്പിച്ച് നീതിയുടെ ദാസന്മാരാക്കി മാറ്റി. ആ വാക്യം 17-18 പറയുന്ന അതാണ്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവർ നീതിക്ക് ദാസന്മാരായി ഇങ്ങനെ മാറി. പാപത്തെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിച്ച് നീതിക്ക് ദാസന്മാരാക്കി. അപ്പോൾ ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിൽ പാപത്തിൻ്റെ ദാസന്മാരായിരിക്കും. ഇന്ന് സഭകളിലിരിക്കുന്ന വിശ്വാസികൾ പാപത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമാ. എന്താ കാര്യം? അവർ ഉപദേശം പഠിപ്പിക്കുന്നില്ല. റോമാസഭ 16:17 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളി. അപ്പോൾ പഠിച്ച ഉപദേശം, പഠിപ്പിച്ച ഉപദേശം, സഭയോടെ ഉപദേശം പഠിപ്പിക്കുന്നു. ഏത് സഭയെ ഉപദേശം പഠിപ്പിക്കുന്നു? ഇവിടെ ഇങ്ങോട്ട് വന്നൊരു സങ്കീർത്തനശീലി വായിച്ച് മോശെ അതിലേ പോയി, ദാവീദ് ഉലാവാൻ പോയി. ദാവീദ് ഉലാവാൻ പോയെന്ന് പറഞ്ഞപ്പോൾ കേൾക്കുന്നവർക്കും ഒന്ന് ഉലാവാൻ പോവാൻ തോന്നും, അല്ലേ? ശൗൽ 1000 കൊന്നു. ദാവീദ് ഇപ്പം നമ്മളെത്ര പേരെ കൊല്ലണം? നമ്മൾ കൊന്നുകൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല. ഇന്നർ മെസ്സേജായിട്ട് പറയുക, ഇന്ന് ജനത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീകമായി ജീവിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ജീവനുണ്ടാകാൻ, സമൃദ്ധിയായി ജീവനുണ്ടാകാൻ അത്രയും ഞാൻ വന്നത്. ഇപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ജീവൻ കൊടുത്ത്, സമൃദ്ധിയായി ജീവൻ കൊടുത്ത് വിശ്വാസികളെ വളർത്തിയെടുക്കണമെന്നുള്ള ദൈവവ്യവസ്ഥ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഞാനത് തുറന്നു പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം. സഭയെ ഉപദേശം പഠിപ്പിക്കണം. ഇവിടെ ഞങ്ങളുടെ മക്കളെയും മരുമക്കളെയൊക്കെ പാട്ട് പാടിച്ച് തുള്ളിച്ചുകൊണ്ടിരിക്കുക ഗുണം പിടിക്കാത്തവന്മാർ. എങ്ങനെ പറയാതിരിക്കുന്നേ? പാട്ട് പാടി തുള്ളിച്ച് അവരുടെ പോക്കറ്റുള്ളത് അവരുടെ പെട്ടിയിലാക്കി പറഞ്ഞുവിടുകയാണ്. ഹല്ലേലൂയ. വലിയ വേദനയോടെ ഞാൻ പറയട്ടെ, പാട്ടൊക്കെ നമുക്ക് നല്ലത്, അർത്ഥസമ്പുഷ്ടമായ പാട്ടുകളൊക്കെ എടുത്ത് പാടിക്കോ. ജനത്തെ കൂട്ടിവരുത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ല, സ്തോത്രം ചെയ്ത് ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ സന്തോഷിച്ച്, ആത്മാവിൽ സ്തോത്രം ദൈവിക അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചെടുത്ത് ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ട ദൈവമക്കളായി തീരണം. അതിന് അപ്പോസ്തലന്മാരുടെ പ്രമാണം അവരെ പഠിപ്പിക്കണം, ഉപദേശിക്കണം, നിർബന്ധമാക്കണം. ദൈവസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അത് സഭയെ പഠിപ്പിക്കണം. പഴയ നിയമം വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് നിഴലായി കിടക്കുന്ന കാര്യം, അത് പൊരുളായി കിടക്കുന്ന കാര്യം. എബ്രായലേഖനം 10:1 വായിച്ചേ. എബ്രായലേഖനം 10:1.
കാണാപ്പാടം പറയേണ്ട വാക്യങ്ങളാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് മതി 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 മതി. ഇപ്പൊ ന്യായപ്രമാണം എന്താ? ഒറ്റ വാക്കി പറഞ്ഞാൽ വരുവാനുള്ള നന്മകളുടെ നിഴല്, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം പുതുതായിട്ട് വരുന്ന ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ന്യായപ്രമാണം പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിക്കുന്നെങ്കിൽ പാസ്റ്റർമാരെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ദൈവത്തെ പരീക്ഷിക്കരുതെന്നുണ്ട്. ദൈവത്തെ പരീക്ഷിച്ചത് ഒരു വലിയ പാപമായിട്ട് ദൈവം അവിടെ എണ്ണി. 1 കൊരിന്ത്യർ 10-1 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചു പഠിച്ചോ. 5 വിധ പാപങ്ങൾ. അവിടെ അതിൽ ഏറ്റവും പ്രധാന ഭാഗം ദൈവത്തെ പരീക്ഷിക്കുക. ഒരിക്കൽ കർത്താവിനോട് ഇടപെട്ടു. ദൈവവചനം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ എഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് നല്ലൊരു ശതമാനം അത് തന്നെയല്ലേ? കയ്യിൽ വേദപുസ്തകം പിടിച്ചിട്ട് അതിനെതിരെ പ്രസംഗിക്കുന്നു. ദൈവത്തോട് കണക്ക് കൊടുക്കണം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ പ്രസംഗിക്കുന്നവനോട് കേട്ട് പഠിക്കുന്നേ. അവനെ പിടിച്ച് ക്രൂശിക്കാതെ അവനെ ഒതുക്കുക ചെയ്യുന്നത്. സത്യവചനം പത്യവചനം പറയുന്നവരെ ഇന്ന് പലരും ഒതുക്കിക്കൊണ്ടിരിക്കുക. ഒതുക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് നിന്നെ ഒതുക്കും അവസാനം. ഹല്ലേലൂയ. ഒരു പത്യവചനം പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർമാരെയും ഒരു അക്ഷരം നമ്മൾ അവർക്കെതിരെ ഉച്ചരിക്കരുത്. ദൈവശിക്ഷ വരും. മനസ്സിലായിക്കോളും. ഞാൻ ഈ ഉപദേശിമാരെയൊക്കെ വിമർശിക്കുന്നത് പറയും, ഇവരെന്ത് ഉപദേശം പറയാത്തത് കൊണ്ട് അവരോട് പറയുന്നത് വിമർശിക്കുന്നു. നിങ്ങൾ ഉപദേശം പ്രസംഗിക്കുക. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പോലെ സഭയെ പഠിപ്പിക്കുക. റോമാ സഭയെ പഠിപ്പിച്ചു, കൊരിന്ത് സഭയെ പഠിപ്പിച്ചു, ഗലാത്യ സഭയെ പഠിപ്പിച്ചു, എഫേസ്യ സഭയെ പഠിപ്പിച്ചു, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു, കൊലോസ്യ സഭയെ പഠിപ്പിച്ചു, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ചു. അതുപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന സഭയെ ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അവരത് പഠിപ്പിച്ചു. നിങ്ങളത് പഠിപ്പിക്കുക. നിങ്ങളത് പഠിപ്പിക്കുക. എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക? വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. സ്തോത്രം. വിഷയത്തിലേക്ക് മടങ്ങി വരിക. കൊലോസ് ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. റോമാലേഖനത്തിലേക്ക്. എന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നത് പൗലൂസ്? അതെ, ക്രിസ്തു എന്ന പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കും. തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ദൈവത്തോട് നിരപ്പ് വന്നു. ആ നിരപ്പ് വന്നു എങ്കിൽ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ. 2 കൊരിന്ത്യർ 5:17-20 വാക്യം പഠിക്കുമ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ വചനം ഞങ്ങൾ. അവരെങ്ങനെ നിരപ്പിച്ചു, അവരെങ്ങനെ ശുശ്രൂഷിച്ചു എന്ന വചനത്തിലൂടെ ഉപദേശം പഠിച്ചെടുത്ത് ആ ഉപദേശം പറഞ്ഞ് ജനത്തെ ക്രിസ്തുവിനോട് നിരപ്പിച്ച്, ദൈവത്തോട് നിരപ്പിച്ച്, ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ച് അവരെ ദൈവസനിൽ കൊണ്ടു നിർത്തുക എന്നുള്ള മഹത്തരമായ ശുശ്രൂഷയാണ് ഒരു ശുശ്രൂഷക നിനക്കും എനിക്കും ദൈവം വെച്ചിരിക്കുന്നത്. ഇത് വിട്ട് വേറെന്തെങ്കിലും ചെയ്താൽ നിന്റെ ശുശ്രൂഷ പാളുമെന്ന് മാത്രമല്ല, അവസാനം ലേവ്യ പുസ്തകം എടുത്താട്ടെ. ലേവ്യ പുസ്തകം നിങ്ങളുടെ ഇല്ലല്ലേ? ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ എന്താ ശുശ്രൂഷകൻ്റെ മക്കൾക്ക് പറ്റിയ ദുരന്തം. അനന്തരം അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. അതായത് കുറച്ച് നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇനി മരിക്കുന്നവരെയും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അനേകർ മരിക്കാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്.
നാദാബും അബീഹൂബും മരിച്ചു പോയത് ആ നിലയിൽ അനേകർ മരിക്കാതിരിക്കാൻ എന്നെപ്പോലെയുള്ളവർ ഇത് പറഞ്ഞേ മതിയാവും. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ഇവിടെ ഞാനൊരു പദം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ കർത്താവ് പറഞ്ഞത് കൽപ്പിച്ചതല്ലാത്തത് പറയുന്നവരൊക്കെ നാദാബും അബീഹൂബിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിലർ പറയാം, പാസ്റ്റേ ഇവരാരും മരിച്ചിട്ടില്ല, ഇവരെല്ലാം നല്ല കൊഴുത്തിരിപ്പുണ്ടെന്ന്. 3 ഏക്കർ സ്ഥലം അവിടെ, 4-5 കെട്ടിടം ഇവിടെ, 4 ബാങ്കിൽ ഡിപ്പോസിറ്റ്, കാർഡ് പ്ലഗ് ചെയ്ത് കാശെടുത്ത് 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ കാറിൽ ഈ ശുശ്രൂഷന്മാരൊക്കെ നടപ്പുണ്ട്. ഇവിടെ നടക്കും. അങ്ങോട്ട് ചെല്ലത്തില്ല ഒരെണ്ണം, ഇവിടെ കൊണ്ട് തീരും. സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല അവർക്ക്. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായ നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞ ആ പദം ഒന്ന് പറഞ്ഞേ, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ അങ്ങനെ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നിനക്ക് മാത്രമെന്നല്ല, നിന്നെപ്പോലെയുള്ളവും ആർക്കും കഴിയില്ലെന്ന് എൻ്റെ അർത്ഥം. വീണ്ടും ജനനം പ്രാപിക്കുന്ന വിശ്വാസികളെ സഭയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത്, അവരുടെ സ്വോത്രാഴ്ച മേടിച്ച് പാസ്റ്റർമാർ തിന്നുകൊണ്ടിരിക്കുക. വീണ്ടും ജനനം, സ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി, പിന്നെ സോപ്പ് സൂപ്പ് സാൽവേഷൻ സുവിശേഷം പറഞ്ഞ് അവരെ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. നീ കുടിച്ചോ, അധികം നാൾ കുടിക്കാനിടയാകില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കുടി അതോടെ തീരും. ദൈവഭയത്തോടെ പഥ്യവചനം, പഥ്യോപദേശം, തീത്തോസ് 2:1 നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പൗലോസിനേക്കാളും വലിയ ഉപദേഷ്ടാക്കന്മാർ ഇത് ലോകത്തിൽ പറന്നു വീണിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഉണ്ടെന്ന്. ആ പൗലോസാ പറഞ്ഞത് പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ഇന്നത്തെ പാസ്റ്റർമാർ പഥ്യവചനമാണോ പഥ്യോപദേശമാണോ സഭകളിൽ പ്രസംഗിക്കുന്നത്? പഥ്യോപദേശത്തിന് ചേരുന്നതാണോ അവർ പ്രസംഗിക്കുന്നത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി അവർ നിൽക്കുന്നുണ്ടോ? തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു വേറൊരു ഭാഗം, നീ നിന്നെ സൂക്ഷിക്കാൻ, നിന്റെ ഉപദേശത്തെ അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ. പറഞ്ഞോ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും രക്ഷയില്ല. സ്വോത്രാഴ്ച കിട്ടിയത് മിച്ചം. 500,000 ഒക്കെ അല്ലേ കൊണ്ടിടുന്നത്. സോറി, ഞാൻ പറഞ്ഞു കേട്ടു, എറണാകുളത്തുണ്ടോ ചർച്ച്? 500 രൂപയ്ക്കുള്ളിൽ സ്വോത്രാഴ്ചയായിട്ട് വന്നേക്കരുത്. വിശ്വാസികൾ കൊടുത്തിരിക്കുക. എത്ര വിശ്വാസികളുണ്ട്? 500 വിശ്വാസികളുണ്ട്. 500 വിശ്വാസി 500 രൂപ വെച്ച് സ്വോത്രാഴ്ച ഇടുമ്പോൾ എത്ര രൂപയായി? എത്ര രൂപയായി? പറ. 500 × 50 പറ. ലക്ഷക്കണക്കിന് രൂപ ആകുന്നില്ലേ? ലക്ഷം കവിയുന്നില്ലേ? ആ ഹോളിന് 10,000 രൂപ ഒരു ദിവസത്തെ വേർഷിപ്പിന് വേണ്ടി 10,000 രൂപ ഹോളുകാരന് കൊടുക്കുന്നു. കൂടെ നിൽക്കുന്നവന് പറ, ഒരു 5,000 2,000 വെച്ച് PP ഊതുന്നവനും അത് അമൃതാനന്ദമായി കീബോർഡ് വായിക്കുന്നവനും PP ഊതുന്നവനൊക്കെ വിളിച്ചു വരുത്തിയിട്ടൊക്കെ ചെയ്യിക്കുന്നത്. എല്ലായിടത്തും കിടന്ന് വരവുന്ന ഗുണം പിടിക്കാത്ത കുറേ എണ്ണമുണ്ട്. അവർക്കൊക്കെ ഒരു ആരാധനയ്ക്ക് 2,000 രൂപ കൊടുത്താലൊക്കെ അവരെ വിളിച്ചൊരു വേർഷിപ്പ് നടത്തി 2,000 രൂപയ്ക്ക് ഗിറ്റാറും ഓർഗണും വയലിനും എല്ലാം കൂടി വെച്ച് അടിച്ച് പൊട്ടിച്ച് ഒരു 3-4 ഡപ്പാങ്കൂത്ത് പാട്ടും പാടി പാസ്റ്റർ ഉണക്ക പ്രസംഗവും പ്രസംഗിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കും വിടുവിക്കും എന്ന് പ്രസംഗിച്ച് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ പാസ്റ്റർ കൈ വന്നു. നിസ്സാര കാശ് എല്ലാവർക്കും കൊടുത്തിട്ട് ഈ ജഡീകന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സുഖിച്ചുകൊണ്ടിരിക്കുക. അധികം നാൾ സുഖിക്കത്തില്ല. കർത്താവ് വരാൻ നേരമായി. കർത്താവിൻ്റെ നാമത്തെ വിറ്റ് തിന്നുന്ന നിങ്ങൾക്ക്
ഉടനടി പ്രത്യാഘാതമുണ്ടാകും. അതിനു മുൻപ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോണം. ഒരു കുഞ്ഞുപദേശി പറയുകയായി, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ദൈവത്തിൻ്റെ കോപാഗ്നിക്ക് ഇരയായിത്തീരും. യേശുക്രിസ്തു വന്ന് ഭരിക്കാൻ പോവുക ലോകം. യേശുക്രിസ്തുവിന് വേണ്ടി 15 സംഘടനകൾ അക്ഷാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുക. കർത്താവ് വന്ന് സഭയെടുത്താൽ യേശുക്രിസ്തു ഇവിടെ ഈ ഭൂമിയിൽ ഭരണം നടത്തും. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ മരണം കൊതിക്കും, മരണത്തിന് വേണ്ടി ദാഹിക്കും, മരണത്തിന് വേണ്ടി ഇച്ഛിക്കും, മരണത്തിന് വേണ്ടി ആഗ്രഹിക്കും, മരണം കാണുകയില്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ഒന്ന് സഭയെടുക്കുമ്പോൾ നമുക്ക് പോകണം. അതിനാണ് ഇത്രയും നേരം ഈ 2 മണിക്കൂർ ഞാൻ കിടന്ന് കണ്ഠക്ഷോഭം ചെയ്തത്, മറ്റൊന്നിനുമല്ല. ഞങ്ങൾ വിശ്വാസികൾ കർത്താവ് പറഞ്ഞ പോലെ 2-3 പേരെല്ലാം നാമത്തിൽ കൂടിയതിനുള്ള മധ്യത്തിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുള്ളൂ, വെറും ചുരുക്കം ചില ആൾക്കാർ. ഞങ്ങൾക്ക് കർത്താവ് പറഞ്ഞത് വിശ്വാസമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ള വാഗ്ദത്തമുണ്ട്. 500-1000 കൂറിനടുത്ത് കർത്താവ് ഉണ്ടാവത്തില്ലെന്നും കർത്താവ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇല്ല എന്നുള്ളത് ഉറപ്പായി ഞങ്ങൾക്ക്. കാരണം അവിടെ നടക്കുന്ന മുഴുവൻ സർക്കസാണ്, ചെപ്പടി വിദ്യകളാണ്. വേദോത്സവം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത വിശ്വാസികളെ കൊണ്ട് ഇന്ന് പ്രസ്ഥാനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. റോമാലേഖനത്തിലെ വാക്യം എടുക്കാൻ പറഞ്ഞാൽ പുൽപ്പത്തി കിടന്ന് തപ്പുന്ന വിശ്വാസികളാ. പിന്നെ എങ്ങനെ പാസ്റ്റർമാർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത്? ഇവരല്ലേ പാസ്റ്റർമാരെ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്? അതിൻ്റെ ശിക്ഷ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഈ വചനം ആരെങ്കിലും തെന്നിയും തെറിച്ച് കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ. കോരപുത്രന്മാരോട് ദൈവം പറഞ്ഞതുപോലെ പിതാക്കന്മാരുടെ അടുക്കൽ നിന്ന് ഓടി മാറിക്കോ. ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും സ്വൈരമായി വിരകിച്ചു കൊണ്ടിരിക്കുക. അവരുടെ അടുക്കൽ നിന്ന് ഓടി മാറിക്കോ, രക്ഷ വേണമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരപ്പിൻ്റെ വചനം, നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം അപ്പോസ്തലന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്രയുമെല്ലാം നമുക്ക് നിരപ്പിൽ ലഭിച്ചതിന് കാരണമായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രശംസ ദൈവത്തിലാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനിതൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ അവർ വലിയ ബലവാന്മാരാണ്. അവർ വലിയ സൂപ്പർ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച്, ഒരൊറ്റ ആയുധം കൊണ്ട് കോടികളെ നശിപ്പിക്കുന്ന ആയുധങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവർ ബലവാന്മാരാണെന്ന്. നോ, അതിനെക്കുറിച്ച് 1-2 കാര്യം പറയാൻ്റെ ഉള്ളിൽ ദൈവാത്മാ ഹേമം തരുന്നുണ്ട്. എത്ര ആയുധങ്ങൾ, ഏതൊക്കെ നിലയിലുള്ള നാശീകരണ ആയുധങ്ങൾ ആരൊക്കെ ഉണ്ടാക്കി വെച്ചാലും അത് പൊട്ടിക്കണമെങ്കിൽ തമ്പുരാൻ അനുവാദം കൊടുക്കണം, അല്ലാതെ നടക്കത്തില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും കൊണ്ടൊന്ന് തോട്ടിലെറിഞ്ഞാൽ മതി, നടക്കത്തില്ല. കുറച്ച് പണവും കുറേ വിദ്യാഭ്യാസവും കുറേ സമ്പത്തും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ എന്തോ സംഭവമാണെന്നാണ്. നീ സംഭവമാണെന്നുണ്ടെങ്കിൽ നീ ദാനിയേൽ പുസ്തകം വായിച്ച് നോക്ക്. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ് അവിടെ കിടപ്പുണ്ട്. പുടിനാണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഏത് രാഷ്ട്രത്തലവന്മാരാണെങ്കിലും അതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണം. ഇവർക്കൊന്ന് വായിച്ച് പഠിക്കാൻ നേരം, ഇവർക്ക് കാപ്പി കുടിക്കാൻ നേരമില്ല. കോഫി എന്നതിന് കാപ്പി കുടിക്കാൻ നേരമില്ലാതെ ഓടി നടന്നതുപോലെ ഓരോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർക്ക് കാപ്പി കുടിക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കണം. മെനെ മെനെ തെക്കേൽ ലുസഫീർ, ഞാൻ നിൻ്റെ രാജ്യത്വം എണ്ണി നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടു, നിൻ്റെ രാജ്യത്വം നിന്നിൽ നിന്ന് പറിച്ചെടുത്തിരിക്കും. ആരോടാ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്നെ തൂക്കി നോക്കി. ആ രാജാവിൻ്റെ മൂലയിൽ കെട്ടാൻ പറ്റിയ രാജാവൊന്നും ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പില്ല. സോളമനുണ്ടായിരുന്നു, സോളമൻ്റെ ഇടപാടും തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും അഹങ്കരിക്കണ്ട. ഞാനിതിൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ അഹങ്കരിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കരുത്. പിന്നെ എന്തിൽ അഹങ്കരിക്കണം? കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ ഇടയായി എന്നുള്ളതിൽ മാത്രം നീ ഒന്ന് അഹങ്കരിച്ചാൽ മതി. അതിൽ നീ സന്തോഷിച്ചാൽ മതി, അതിൽ നീ പ്രശംസിച്ചാൽ മതി. അതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1-2 വാക്യങ്ങൾ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഹല്ലേലൂയ. ഈ ഏക മനുഷ്യനാൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഏക മനുഷ്യനാൽ പാപം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആദാമ്യ പാപം. ഏക മനുഷ്യനാൽ പാപവും ആ പാപത്തിൻ്റെ പരിണതവുമായി മരണം ലോകത്തിൽ കടന്നു. മരണമില്ലായിരുന്നു വിശ്വാസികൾക്കെന്നല്ല, മനുഷ്യന് മരണമില്ലാതെ ദൈവം സൃഷ്ടിച്ചത്. ആ സമയത്ത് ഈ മരണം മനുഷ്യൻ വിളിച്ചു വരുത്തുകയാണ് ചെയ്ത്. അരുത് എന്ന കൽപ്പന ലംഘിച്ചപ്പോൾ ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വയും മരണത്തിന് അടിമകളായി. അതിനെക്കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഈ പാപത്തിൽ നിന്നാണ്, ഈ മരണത്തിൽ നിന്നാണ് നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കുക. മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. മോശയുടെ പ്രമാണം വരെ മരണമുണ്ട്. കർത്താവിൻ്റെ പ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ മരണം മാറ്റപ്പെട്ടു. എങ്ങനെ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ ഒരു പ്രസംഗമില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ ഒരു പ്രസംഗമില്ല. മുഴുവൻ കിടന്ന് തപ്പിയാലും കിട്ടത്തില്ല. മോശയുടെ പ്രമാണത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിലും കർത്താവ് പറഞ്ഞതില്ല. അത് പുതിയ നിയമത്തിലേ നമുക്ക് കിട്ടുന്നത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിച്ച് മരിക്കുന്നവൻ ഒരു നാളും ജീവിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. യേശുക്രിസ്തുവിലൂടെ മരണത്തിന് ഉയർപ്പുണ്ട്. അതവിടെ പൗലോസ് പറയുന്നത്. സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുക മോശയുടെ പ്രമാണത്തിൽ. അതിനെക്കുറിച്ച് പറയുന്നു, ആദാമിന് ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ മോശയുടെ കാലം വന്നു. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. യേശുക്രിസ്തു വന്നു. ക്രിസ്തുവിൻ്റെ പ്രമാണം വന്നപ്പോൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊരു പ്രമാണം കൊണ്ടുവന്നു ഇവിടെ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സകല മാനവജാതികളും മരണത്തോട് ജീവിതം അവസാനിക്കും എന്ന് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓരോരുത്തർ പട്ടിയായി പൂച്ചയായി കോഴിയായിട്ടൊക്കെ വരും, കുരങ്ങായിട്ടൊക്കെ വരും. അങ്ങനെ പറയുന്നവർ അങ്ങനെ വന്നോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല, അങ്ങനെ വന്നോട്ടെ. പണ്ടൊരാൾ പ്രസംഗിച്ചു, നിരീശ്വരവാദിയായി ഡാർവിൻ്റെ പ്രസംഗത്തെ ഖണ്ഡിച്ചു. ബഹുമാനപ്പെട്ട ഡാർവിൻ സാറേ, നിങ്ങൾ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പാസ്റ്റർ നല്ലൊരു ബുദ്ധിമാനായിട്ട് പറഞ്ഞു, നിങ്ങളേതായാലും അങ്ങനെ ഉണ്ടായ ആളാ, ഞാൻ ഏതായാലും കുരങ്ങിൽ നിന്നുണ്ടായത് അല്ല, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പരസ്യമായിട്ട് അദ്ദേഹം ഖണ്ഡിക്കാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് സത്യവേദ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി പഠിപ്പിക്കും. ദൈവകൽപ്പന ലംഘിക്കാതെ ദൈവമുണ്ടെന്ന് പ്രകൃതി പോലും പറഞ്ഞു. അതാണ് റോമാലേഖനം 1-ാം അധ്യായം പറയുന്നത്. സ്തോത്രം. ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണമെങ്കിൽ, അത്ര മനോഹരമാണത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അനീതിക്കും അഭക്തിക്കും നീരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെട്ട് വരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ, ദൈവം ഉണ്ടെന്ന് പ്രകൃതി തന്നെ വെളിപ്പെടുത്തിയെന്ന്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണം സെൽഫ് ഇമാജിനേഷൻ, സ്വന്തം നിരൂപണം, സ്വന്തം കണക്കുകൂട്ട്, സ്വന്തം ഉപദേശം, തങ്ങളുടെ ആലോചന. ഇന്ന് പലരും പറയുന്ന, പാസ്റ്റർമാർ പോലും പറയുന്ന മുഴുവൻ അവരുടെ ഉപദേശമാണ്. അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരാത്മാവാണ്.
അവർ മറ്റൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഏത് ക്രിസ്തുവിനെ? കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങൾ മാത്രമേ നമ്മുടെ നാവിലൂടെ പറയാവുള്ളൂ. മറ്റൊന്നും പറയരുത്. വ്യവസ്ഥ തെറ്റിക്കരുത്. പത്രോസ് വ്യവസ്ഥ തെറ്റിച്ചപ്പോൾ യേശു പത്രോസിനെ ശാസിച്ചു, പോ സാത്താനേ എന്ന്. ഇത് നമ്മുടെ ഓർമ്മ വേണം. ഉള്ളിലെപ്പോഴും ഉപബോധ മനസ്സിലെപ്പോഴും കിടക്കണം ഈ ചിന്ത. വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ശാപഗ്രസ്തമായി കണ്ട ദുരുപദേശമൊക്കെ പ്രസംഗിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ കൈ കൊടുത്ത് കാശും കൊടുത്ത് കാപ്പിയും കൊടുത്ത് കാര്യമായത് കൊടുത്ത് വിടുമ്പോൾ ചിന്തിച്ചോണം, ശാപം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറത്തില്ലെന്ന്. തങ്ങളുടെ തിരുവിടങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ തന്നെ ആരായി? വിവേകമുള്ള മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ ഗെറ്റ് ടുഗദറും സ്വവർഗാനുരാഗികളും എങ്ങനെ ഉണ്ടായെന്ന് ഇന്നേക്ക് 2000 വർഷങ്ങളായി പൗലൂസ് എഴുതി വെച്ചിരിക്കുക. 1-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചിരിക്കുക ഇത്. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു. നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട പിണറായി മന്ത്രി ഒരു അച്ഛനെതിരെ പ്രയോഗിച്ച പ്രയോഗമാണ് നികൃഷ്ടബുദ്ധി, പരനാറി. ഇതെല്ലാം തനിക്കെതിരെ ഇപ്പോൾ ഓരോരുത്തരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ ഏറ്റെടുത്തേ മതിയാവും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ഇവിടെ പറഞ്ഞാൽ അവിടെ കിട്ടും. ദുഃഖിച്ചിട്ടൊന്നും കഥയില്ല. കൂടുതൽ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കുന്നവരൊക്കെ വെറും മണ്ടക്കോ സ്വാമികളാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെയുള്ളവർ അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവർ കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിപറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്നു. ഈ ഗ്രൂപ്പാണ് ഇന്ന് ലോകത്ത് കിടക്കുന്ന രക്ഷിക്കപ്പെടാത്ത ദൈവമക്കൾ എന്ന് പറയുന്നവർ. അതായത് ജാതിക്കാരനാകട്ടെ, ഗോത്രക്കാരനാകട്ടെ, ഭാഷക്കാരനാകട്ടെ, വംശക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ഏത് മനുഷ്യകുലത്തിൽപ്പെട്ടവനാകട്ടെ, റോമർ 1:21 മുതൽ 32 വരെ കിടക്കുന്ന ഭേദഭാഗങ്ങളിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് കിടക്കുന്നത്. അവരാണ് നമ്മുടെ മന്ത്രിമാർ, അവരാണ് നമ്മുടെ MLA മാർ, അവരാണ് സിനിമ അഭിനയിച്ച് കിടന്ന് കാണിക്കുന്നത്, അവരാണ് ഈ ലോകത്തിലെ സകല പേക്കൂത്തുകളും കാട്ടിക്കൂട്ടുന്നത്. ഈ ഒരു ഉത്ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അവരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് കർത്താവിൻ്റെ മക്കളായി ദൈവസഭയുടെ അംഗങ്ങളായി യേശുക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അവയവമായി യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ അല്ലെങ്കിൽ നിർമ്മല കന്യകയുടെ അവയവമായ അംഗങ്ങളായി, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നവരാണ് രക്ഷിക്കപ്പെട്ടവർ. ആ രക്ഷിക്കപ്പെട്ടവർ അനുവർത്തിക്കേണ്ട ഉപദേശമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം. അത് വിട്ടുകളഞ്ഞാൽ, ആ പഴയ നിയമത്തിലേക്ക് പോയി ആ അടിമത്വത്തിൻ്റെ പ്രമാണത്തിലേക്ക് പോയാൽ വഴുതി 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 അവസാനം പോയി ഈ ഗ്രൂപ്പിൽ പോയി വീഴും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്തിവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും തമ്മിൽ പ്രബോധിപ്പിച്ച് ഉപദേശിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വളർന്നു വന്ന്
കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശം വിട്ട് ആരെങ്കിലും പഠിപ്പിച്ചാവോ പഠിക്കുകയോ അതനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് ഞാനല്ല, കർത്താവിൻ്റെ ദാസൻ പൗലൂസാണ് പറയുന്നത്. പൗലൂസിനെക്കാളും വലിയൊരു സുവിശേഷകൻ ഇന്ന് ലോകത്ത് എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്ന ആ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിക്കുവാൻ ഈ വചന പഠനങ്ങൾ നമ്മൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. 12 മുതൽ റോമർ 5:12 മുതൽ 21 വാക്യങ്ങൾ, അതിന് വലിയ സബ്ജക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലും ഘനമായ വിഷയങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലൂടെ കിട്ടുന്നതായിരിക്കും. വാട്സപ്പിൽ ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് പാസ്റ്റർ ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ നിങ്ങൾക്കതിൽ കിട്ടും. അത് കിട്ടുക, കേൾക്കുക, പഠിക്കുക, അത് കേട്ടനുസരിക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഈ വചന പഠനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം സഹോദര. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരബദല ശിരാബദനക സന്ദര ദുരബദന ശിഗാലബദരിക സന്ദര അക്ഷരാദല ജല. ഹല്ലേലൂയ.